Hi everyone. കേരള സ്റ്റേറ്റ് സിലബസിലെ 9ാം ക്ലാസ്സിന്റെ സോഷ്യൽ സയൻസ് ഫസ്റ്റ് നമ്മളിവിടെ ഇന്ന് ആരംഭിക്കുകയാണ്. ഇന്ന് ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ ഇന്നിവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഏറ്റവും ആദ്യം 9ാം ക്ലാസ്സിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് 9ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ഫസ്റ്റിൽ അഥവാ ഹിസ്റ്ററി എന്ന് പറയുന്ന ടെക്സ്റ്റിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ്, എത്ര ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത് എന്ന് ആദ്യം ഒന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഇത് പാർട്ട് 1, ടെക്സ്റ്റ് ബുക്കിന്റെ പാർട്ട് 1 ആണ് ഞാനിപ്പോൾ സ്ക്രീനിൽ ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ ഒരു പാർട്ട് 1 നമുക്ക് എത്ര ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട് എന്ന് ആദ്യം നോക്കാം. അപ്പൊ ഞാൻ കണ്ടന്റ് പേജ് എടുത്തിട്ടുണ്ട്, ഇവിടെ കാണാൻ പറ്റും. നമുക്ക് ആദ്യമായിട്ട് പഠിക്കാനുള്ള ചാപ്റ്റർ, ഫസ്റ്റ് ചാപ്റ്റർ ഏതാണ്? മെഡീവൽ വേൾഡ് സെന്റേഴ്സ് ഓഫ് പവർ. അതാണ് നമുക്ക് ഏറ്റവും ആദ്യം ഡിസ്കസ് ചെയ്യാനുള്ള ചാപ്റ്റർ. പിന്നീട് സെക്കൻഡ് വൺ, ദി ഈസ്റ്റ് ആൻഡ് ദി വെസ്റ്റ്, എറ ഓഫ് എക്സ്ചേഞ്ചസ്. Then third one, Indian Constitution, rights and duties. Fourth one, medieval India, concept of kingship and nature of administration. Fifth one, society and economy in medieval India. Okay, അപ്പോൾ 5 ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് പാർട്ട് 1 പഠിക്കാനുള്ളത്. ഈ 5 എണ്ണം നോക്കുമ്പോൾ പിന്നെ നമുക്കറിയാം മെഡീവൽ വേൾഡ് ഫസ്റ്റ് ചാപ്റ്റർ മെഡീവൽ പീരീഡുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതേപോലെ 4th ചാപ്റ്റർ നോക്കുമ്പോൾ വീണ്ടും മെഡീവൽ ഇന്ത്യ, മെഡീവൽ പീരീഡിലെ ഇന്ത്യ. അതേപോലെ 5th വൺ അവിടെയും നമുക്ക് കാണാം മെഡീവൽ ഇന്ത്യ. അപ്പൊ മെഡീവൽ പീരീഡിലെ സംഭവങ്ങൾ മെൻഷൻ ചെയ്യുന്ന കുറെ ചാപ്റ്റേഴ്സ് നമുക്കിവിടെ പഠിക്കാനുണ്ട്. ആ ഒരു പീരീഡിൽ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു ടെക്സ്റ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. അതേപോലെ ഈ 2ാമത്തെ ചാപ്റ്റർ ഈസ്റ്റ് ആൻഡ് ദി വെസ്റ്റ്, എറ ഓഫ് എക്സ്ചേഞ്ചസ്. ആ എറ എന്ന് പറയുന്നതും മെഡീവൽ പീരീഡ് ആണ്. അപ്പൊ മെഡീവൽ പീരീഡിലുള്ള ഈസ്റ്റും വെസ്റ്റും തമ്മിലുള്ള എക്സ്ചേഞ്ചസിന്റെ കാര്യങ്ങളാണ് സെക്കൻഡ് ചാപ്റ്ററിൽ പഠിക്കുന്നത്. അപ്പൊ ആ ചാപ്റ്ററും ഏതാണ്? മെഡീവൽ പീരീഡുമായി റിലേറ്റഡ് ആയിട്ടുള്ള ചാപ്റ്റർ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ പാർട്ട് 1 ഈ 3rd ചാപ്റ്റർ ഒഴികെ ബാക്കിയെല്ലാം 1, 2, 4, 5 മെഡീവൽ പീരീഡുമായി റിലേറ്റഡ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ്. അപ്പോൾ 5 ചാപ്റ്റേഴ്സ് നമുക്ക് സോഷ്യൽ സയൻസ് ഫസ്റ്റിന്റെ പാർട്ട് 1 ഇനി പാർട്ട് 2 പോവുകയാണെങ്കിൽ ഞാനിവിടെ ഷെയർ ചെയ്യാം. ഓക്കെ, പാർട്ട് 2 നമുക്ക് 6ാമത്തെ ചാപ്റ്റർ ആയിട്ട് ഇന്ത്യ, ദി ലാൻഡ് ഓഫ് സിന്തസിസ് എന്ന് പറയുന്ന ഒരു പാർട്ട്. അതും യഥാർത്ഥത്തിൽ മെഡീവൽ പീരീഡ് റിലേറ്റഡ് ആയിട്ടുള്ള സംഗതിയാണ്. ദെൻ 7th ചാപ്റ്റർ കേരള ഫ്രം 8th to 18th century. 8th ചാപ്റ്റർ ഇലക്ഷൻ ആൻഡ് ഡെമോക്രസി. 9th വൺ ടുവേർഡ്സ് എ ബ്രൈറ്റ് ഫ്യൂച്ചർ. അപ്പൊ ആകെ നമുക്ക് 9 ചാപ്റ്റേഴ്സ് ആണ് ഹിസ്റ്ററിയിൽ അഥവാ സോഷ്യൽ സയൻസ് ഫസ്റ്റിൽ പഠിക്കാനുള്ളത്. ഓക്കെ, ആകെ 9 ചാപ്റ്റേഴ്സ്. ആ 9 ചാപ്റ്റേഴ്സിൽ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ചാപ്റ്റർ ആണ്. ഫസ്റ്റ് ചാപ്റ്റർ ഏതാണ്? മെഡീവൽ വേൾഡ് സെന്റേഴ്സ് ഓഫ് പവർ. ഓക്കെ, മെഡീവൽ വേൾഡ് സെന്റേഴ്സ് ഓഫ് പവർ, അതായത് മധ്യകാല ലോകം, അധികാര കേന്ദ്രങ്ങൾ. മധ്യകാല ലോകത്തിലെ പ്രധാനപ്പെട്ട അധികാര കേന്ദ്രങ്ങൾ ഏതൊക്കെയാണോ അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ ഞാൻ ആദ്യത്തെ ചാപ്റ്ററിന്റെ ഫസ്റ്റ് പേജ് ഇവിടെ എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ടെക്സ്റ്റ് ബുക്ക് പറയുന്ന കാര്യങ്ങളുടെ ബേസിൽ ഓരോന്നായിട്ട് പഠിച്ച് പോവാം. അപ്പോൾ ചാപ്റ്റർ 1 മെഡീവൽ വേൾഡ് സെന്റേഴ്സ് ഓഫ് പവർ, മധ്യകാല ലോകം, അധികാര കേന്ദ്രങ്ങൾ. ഈ ഒരു സെന്റേഴ്സ് ഓഫ് പവർ കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത് പ്രധാനമായിട്ടും ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഡിഫറെന്റ് എംപയേഴ്സ് ആണ്. ഈസ്റ്റേൺ റോമൻ എംപയർ, അതേപോലെ വെസ്റ്റേൺ റോമൻ എംപയർ, ഹോളി റോമൻ എംപയർ കാണാൻ പറ്റും, ഹെഡിങ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതേപോലെ അറബ് എംപയർ, ഓട്ടോമൻ എംപയർ, മാലി എംപയർ, അതേപോലെ തന്നെ മംഗോളിയൻ എംപയർ, അങ്ങനെയൊക്കെയുള്ള കുറച്ച് എംപയേഴ്സ്, പ്രധാനപ്പെട്ട സാമ്രാജ്യങ്ങൾ ലോകത്തിന്റെ ഡിഫറെന്റ് പാർട്സിൽ വളർന്നു വന്നിട്ടുള്ള, എമേർജ് ചെയ്ത് വന്നിട്ടുള്ള ചില പ്രധാനപ്പെട്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പവർ സെന്റേഴ്സ് ഓർ എംപയേഴ്സ് ആണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ടും പഠിക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് ഈ ഒരു യൂണിറ്റിന് കൊടുത്തത്. ഓക്കെ, മെഡീവൽ വേൾഡ് സെന്റേഴ്സ് ഓഫ് പവർ. അപ്പൊ നമുക്ക് ആദ്യത്തെ പേജിലേക്ക് തന്നെ പോവാം. ഏറ്റവും ആദ്യം ഇവിടെ ഒരു സയൻസ് ഓഫ് ഹിസ്റ്ററി എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ JD ബെർണാൽ രേഖപ്പെടുത്തിയ കുറച്ച് കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എന്താ അവിടെ പറയുന്നത് നോക്കാം. ദി മിഡിൽ ഏജ് വാസ് എൻ എറ ഓഫ് ദി ഗ്രോത്ത് ഓഫ് civilization worldwide.
The economic transformation brought by the medieval life and its characteristics were the causes of the revolutionary changes in the 16th century. അതായത് ഇവിടെ പറയുന്നത് the middle age means the medieval period. ഓക്കെ, നമുക്കറിയാലോ, നമുക്ക് ഈ ഒരു നമ്മുടെ കാലഘട്ടത്തെ നമുക്ക് പ്രധാനമായിട്ടും 3 ഡിഫറെന്റ് ഏജസ് ആക്കി തിരിക്കാം. ഏതൊക്കെയാണ്? ആൻഷ്യൻ പീരീഡ്, മെഡിവൽ പീരീഡ്, ഇപ്പോൾ നമ്മളൊക്കെയുള്ള മോഡേൺ പീരീഡ്. ഇങ്ങനെ നമുക്ക് 3 കാറ്റഗറി ആക്കി, 3 ഘട്ടങ്ങളാക്കി, 3 സ്റ്റേജസ് ആക്കി നമുക്ക് തിരിക്കാൻ പറ്റും. അപ്പൊ ഇവിടെ പറയുന്ന ഈ ഒരു മിഡിൽ ഏജ് എന്ന് പറയുമ്പോൾ മിഡിവൽ പീരീഡ് ആണ് ഉദ്ദേശിക്കുന്നത്. സോ ദി മിഡിൽ ഏജ് വാസ് എൻ എറ ഓഫ് ദി ഗ്രോത്ത് ഓഫ് സിവിലൈസേഷൻ വേൾഡ് വൈഡ്. അതായത് ലോകവ്യാപകമായിട്ട് പല സിവിലൈസേഷൻസും വളർന്ന് വികസിച്ചിട്ടുള്ള, വളർന്ന് വന്നിട്ടുള്ള ഒരു കാലഘട്ടമാണ് ഈ മിഡിൽ ഏജ് എന്ന് പറയുന്നത്. ഒരുപാട് നാഗരികത, ഒരുപാട് സിവിലൈസേഷൻസ് ഒക്കെ വളർന്നു വന്നിട്ടുള്ള ഒരു കാലഘട്ടമാണ്. And the economic transformation brought by the medieval life and its characteristics were the causes of the revolutionary changes in 16th century. അതേപോലെ ഈ ഒരു മധ്യകാല ജീവിതത്തിന്റെ, ഈ ഒരു മെഡിവൽ ലൈഫിന്റെ, അതേപോലെ അതുണ്ടാക്കിയിട്ടുള്ള ഒരുപാട് സാമ്പത്തിക പരിവർത്തനങ്ങളുടെയൊക്കെ ഒരു സവിശേഷതയായിട്ടാണ് 16th സെഞ്ചുറിയിൽ, 16ാം നൂറ്റാണ്ടിൽ ഒരുപാട് മാറ്റങ്ങൾ, റവല്യൂഷണറി ചേഞ്ചസ്, വിപ്ലവകരമായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങളൊക്കെ ഉണ്ടായത്. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ് ഇവിടെ തുടങ്ങുന്നത്. അപ്പൊ എക്സാമിൻ ദി സ്റ്റേറ്റ്മെന്റ് ഗിവൻ അബവ്, വാട്ട് ഡസ് ഇറ്റ് റെഫർ ടു? ഓക്കെ, നമുക്ക് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കാണാതെ പഠിക്കാനുള്ള ആവശ്യമൊന്നുമില്ല. ഈ ഒരു ചാപ്റ്ററിന്റെ ഇൻട്രൊഡക്ഷൻ എന്ന രൂപത്തിൽ ജസ്റ്റ് മെൻഷൻ ചെയ്തു എന്ന് മാത്രം. അപ്പൊ താഴെ പറയുന്ന കാര്യം നമുക്ക് നോക്കാം. എന്താ താഴെ പറയുന്നത്? എക്സാമിൻ ദി സ്റ്റേറ്റ്മെന്റ് ഗിവൻ അബവ്. ഇവിടെ കൊടുത്തിട്ടുള്ള ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പരിശോധിക്കുക. ആൻഡ് വാട്ട് ഡസ് ഇറ്റ് റെഫർ ടു? അതായത് എന്തിനെ കുറിച്ചാണ് ഇതിൽ പരാമർശിക്കുന്നത്, എന്തിനെ പറ്റിയാണ് ഇവിടെ മെൻഷൻ ചെയ്യുന്നത്? പ്രധാനമായിട്ടും നമുക്കറിയാം ഏതൊരു പീരീഡിനെ, ഏതൊരു ഏജിനെയാണ് മെൻഷൻ ചെയ്യുന്നത്. ഏത് പീരീഡാ? മെഡിവൽ പീരീഡ്. മിഡിൽ ഏജ് എന്നിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്, മെഡിവൽ എന്നുള്ള ഒരു വാക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഉദ്ദേശിക്കുന്നത് മെഡിവൽ പീരീഡുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇവിടെ റെഫർ ചെയ്യുന്ന ഇവിടെ പ്രധാനമായിട്ടും മെൻഷൻ ചെയ്യുന്നത് ആ ഒരു മെഡിവൽ പീരീഡിനെയാണ്. സോ വാട്ട് ആർ ദി ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് ദി മെഡിവൽ വേൾഡ്? ഡിസ്കസ്. ഈ ഒരു മെഡിവൽ വേൾഡിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് അത് ചർച്ച ചെയ്യുമെന്നാണ് ഇവിടെ പറയുന്നത്. ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും, ഒരുപക്ഷെ UP ക്ലാസ്സുകളിലൊക്കെ ഒരുപക്ഷെ മെഡിവൽ പീരീഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ ഇവിടെ ഏതായാലും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. മെഡിവൽ പീരീഡിലെ പ്രധാനപ്പെട്ട പവർ സെന്റേഴ്സ് ഒക്കെയാണ് ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഓരോരോ ക്ലാസ്സുകളിലായിട്ട് അതിന്റെ ഓരോരോ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാം. ദി പീരീഡ് ബിറ്റ്വീൻ 5th and 15th centuries CE is known as medieval period. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ചാപ്റ്ററിൽ നമ്മൾ ആദ്യമായിട്ട് നോട്ട് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. നമ്മളിപ്പോൾ പറഞ്ഞല്ലോ ഈ ഒരു മിഡിവൽ പീരീഡ് എന്നുള്ള കൺസെപ്റ്റ്. അപ്പൊ ഈ ഒരു മിഡിവൽ പീരീഡ് എന്ന് പറയുമ്പോൾ അത് ഏത് പീരീഡാണ്? ഏതാണ് മിഡിവൽ പീരീഡ്? ദി പീരീഡ് ബിറ്റ്വീൻ 5th and 15th centuries CE is known as medieval period. അതായത് CE 5ാം നൂറ്റാണ്ട് മുതൽ 15ാം നൂറ്റാണ്ട് വരെയുള്ള ആ ഒരു കാലഘട്ടം. ഓക്കെ, CE 5th to 15th century ആ ഒരു പീരീഡ് ആണ് മിഡിവൽ പീരീഡ് എന്ന് പറയുന്നത്. അപ്പൊ അതിന് മുമ്പുള്ളത് ഏതാ? അതിന് മുമ്പുള്ളത് ആൻഷ്യൻ പീരീഡ് ആണ്. അതിന് ശേഷമുള്ളതോ മോഡേൺ പീരീഡുമാണ്. ഓക്കെ, ബട്ട് ദി ടേം മിഡിവൽ പീരീഡ് ഡസ് നോട്ട് റെഫർ ടു ദി സെയിം പീരീഡ് ഓൾ ഓവർ ദി വേൾഡ്. അതായത് ഇങ്ങനെ ജനറലി നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിലും ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഈ ഒരു മിഡിവൽ പീരീഡ് എന്ന് പറയുന്നത് ഒരേ കാലയളവിലായിരുന്നില്ല. ഓക്കെ, ഈ പറയുന്ന ഈ ഒരു 5th to 15th century എന്നുള്ള ആ ഒരു ഐഡിയ അല്ല ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഫോളോ ചെയ്യുന്നത്. ചില ഭാഗങ്ങളിൽ അതിന്റെ ചെറിയ വേരിയേഷൻസ്, മാറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിലും ജനറലി വി കൺസിഡർ the CE 5th to 15th centuries as a period of medieval period. Okay, but നമ്മൾ പറഞ്ഞു ലോകത്തിന്റെ എല്ലാ ഭാഗത്തും എന്തല്ല, അങ്ങനെയല്ല. പക്ഷെ നമ്മൾ ജനറലി ഈ ഒരു കൺസെപ്റ്റ് നോക്കി വെച്ചാൽ മതി. ഈവൻ ദോ ദി പൊളിറ്റിക്കൽ സ്ട്രക്ചർ ഓഫ് മെഡീവൽ വേൾഡ് വാസ് സിമിലർ, ദർ വർ ഡിഫറൻസസ് ഇൻ ദി ഫോംസ് ഓഫ് അതോറിറ്റി ആൻഡ് ദേ വർ ഡിഫറെന്റ് ഇൻ യൂറോപ്പ്, ഏഷ്യ ആൻഡ് ആഫ്രിക്ക ഡ്യൂറിംഗ് ദി മെഡീവൽ പീരീഡ്. അതായത് ഈ ഒരു മെഡീവൽ വേൾഡിന്റെ, ഈ ഒരു മെഡീവൽ പീരീഡിലെ പൊളിറ്റിക്കൽ സ്ട്രക്ചർ, രാഷ്ട്രീയ ഘടന ഏകദേശം സമാനമാണെങ്കിലും, സിമിലർ ആണെങ്കിലും ഈ പവർ സെന്റേഴ്സിന്റെ കാര്യത്തിൽ, അധികാര രൂപത്തിന്റെ കാര്യത്തിൽ പല വ്യത്യസ്തതകളും നമ്മൾ കാണുന്നുണ്ട്. അത് യൂറോപ്പ്, അതേപോലെ ഏഷ്യ, ആഫ്രിക്ക, അമേരിക്ക എന്നിവിടങ്ങളിലൊക്കെ എന്തുണ്ടായിട്ടുണ്ട്? പവർ സെന്റേഴ്സ് ഉണ്ടായിട്ടുണ്ട്. അതിലൊക്കെ പല ഡിഫറൻസും ഉണ്ടായിട്ടുണ്ടെന്ന് അവിടെ പറയുന്നത്. ഓക്കെ, അതായത് പൊളിറ്റിക്കൽ സ്ട്രക്ചർ ഈ ഒരു മെഡീവൽ പീരീഡിൽ ലോകത്തിന്റെ എല്ലാ ഭാഗത്തുമുള്ള ഒരു പൊളിറ്റിക്കൽ സ്ട്രക്ചർ, ഒരു രാഷ്ട്രീയ ഘടന നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറെക്കുറെ സിമിലർ ആണെങ്കിലും
There were differences in the forms of authority, and they were different in Europe, Asia, Africa, and America during the medieval period. ഓക്കെ, അതായത് ഏഷ്യ, ആഫ്രിക്ക, അമേരിക്ക, അങ്ങനെയുള്ള യൂറോപ്പ്, അങ്ങനെയുള്ള പല പല സ്ഥലത്തും പല രൂപത്തിലുള്ള അധികാര രൂപങ്ങളാണ് ഉണ്ടായിരുന്നത്. അതൊന്നും നമുക്ക് എക്സാമിന് പഠിക്കാനുള്ള കാര്യങ്ങളല്ല, നമ്മൾ പഠിക്കാനുള്ളതിലേക്ക് വരുന്നേ ഉള്ളൂ. സോ ലെറ്റ്സ് എക്സാമിൻ സം ഇമ്പോർട്ടൻറ്റ് അമംഗ് ദം. അപ്പൊ നമ്മൾ ഈ ഒരു മിഡീവൽ പീരീഡിൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിലുള്ള ചില പവർ സെന്റേഴ്സ്, അധികാര കേന്ദ്രങ്ങളാണ് ഈ ഒരു യൂണിറ്റിൽ നോക്കാൻ പോകുന്നത്. അപ്പൊ ഏറ്റവും ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് ഈസ്റ്റേൺ റോമൻ എംപയർ. ഓക്കെ, ഈസ്റ്റേൺ റോമൻ എംപയർ. ഈസ്റ്റേൺ റോമൻ എംപയർ നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ ഈസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം കിഴക്ക് എന്നാണ്. കിഴക്കൻ റോമാ സാമ്രാജ്യം എന്ന് പറയുന്നതിനേക്കാൾ കൂടി കുറച്ചും കൂടി ആപ്റ്റ് ആയിട്ടുള്ള മലയാളം പൗരസ്ത്യ റോമാ സാമ്രാജ്യം എന്നതാണ്. ഓക്കെ, ഈസ്റ്റേൺ റോമൻ എംപയർ മലയാളത്തിൽ പറയുമ്പോൾ പൗരസ്ത്യ റോമ സാമ്രാജ്യം. അപ്പൊ അതിൻ്റെ ഒരു ഏരിയ ഈ ഒരു മാപ്പിൽ കാണാൻ പറ്റും. ഈ മാപ്പൊക്കെ നോക്കി മനസ്സിലാക്കുക എന്നുള്ളത് കൂടുതൽ ഈ ഒരു കൺസെപ്റ്റിനോട് താല്പര്യം ഉള്ളവർ ചെയ്യേണ്ട കാര്യമാണ്. നമുക്ക് എക്സാമിലേക്ക് ഈ ഒരു മാപ്പ് ആവശ്യമില്ല. 9ാം ക്ലാസ്സിൽ നമുക്ക് മാപ്പ് ക്വസ്റ്റ്യൻസ് ഒന്നും വരാറില്ല, മാപ്പ് അടയാളപ്പെടുത്താൻ ഉണ്ടാവാറില്ല. എനിവേ, അപ്പൊ ഈ ഒരു മാപ്പിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏതൊക്കെ ഏരിയ അതിൽ വരുന്നതെന്നൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈസ്റ്റേൺ റോമൻ എംപയറിന്റെ ഭാഗമായ ഏരിയ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദെൻ ദി റോമൻ എംപയർ വാസ് ദി ലാർജസ്റ്റ് ആൻഷ്യന്റ് എംപയർ. അതായത് ഈ പുരാതന സാമ്രാജ്യങ്ങൾ, ആൻഷ്യന്റ് എംപയേഴ്സിൽ, ഈ ആൻഷ്യന്റ് പീരീഡിലുള്ള സാമ്രാജ്യങ്ങളിൽ, എംപയേഴ്സിൽ ഏറ്റവും ലാർജസ്റ്റ്, അതായത് ഏറ്റവും വിസ്തൃതമായിരുന്ന, ഒരുപാട് ഏരിയയിലേക്ക് സ്പ്രെഡ് ചെയ്ത് കിടന്നിരുന്ന ഒരു എംപയർ എന്ന് പറയുന്നത് റോമൻ എംപയർ ആണ്. ഓക്കെ, റോമൻ എംപയർ വാസ് ദി ലാർജസ്റ്റ് അമംഗ് ദി ആൻഷ്യന്റ് എംപയർ. അല്ലെ, പ്രാചീന എംപയേഴ്സിൽ, സാമ്രാജ്യങ്ങളിൽ ഏറ്റവും വിസ്തൃതമായത് റോമൻ എംപയർ ആയിരുന്നു. സോ ഫോർ അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസ് റോമൻ എംപയറോ ഡയോക്ലീഷ്യൻ divided the empire into two in the 4th century CE. അതായത് നമ്മൾ പറഞ്ഞില്ല, ഒരുപാട് ലാർജസ്റ്റ് ആയിരുന്നു ഈ പറയുന്ന റോമൻ എംപയർ. അതുകൊണ്ട് പിന്നെ അതിന്റെ ഒരു അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഒരുപാട് ഡിഫിക്കൽട്ടായി മാറി. ഒരു രാജ്യത്തിന്റെ വിസ്തൃതി വല്ലാണ്ട് കൂടുമ്പോൾ അവിടുത്തെ ഭരണം, അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടായി മാറും. അപ്പൊ ആ ഒരു പ്രശ്നം മറികടക്കാൻ വേണ്ടി, ഫോർ അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസ്, ഭരണപരമായിട്ടുള്ള സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, the Roman Empire Diocletian divided the empire into two in the 4th century CE. അന്നത്തെ റോമിലെ ഭരണാധികാരിയായിട്ടുള്ള, ചക്രവർത്തിയായിട്ടുള്ള, എംപറർ ആയിട്ടുള്ള ഡയോക്ലീഷ്യൻ, ആ പേര് ശ്രദ്ധിക്കണം, ഡയോക്ലീഷ്യൻ എന്ന് പറയുന്ന എംപറർ എന്ന റൂളർ, അദ്ദേഹം എന്ത് ചെയ്തു? ഹി ഡിവൈഡഡ് ദി എംപയർ, റോമൻ എംപയറിനെ അദ്ദേഹം ഇൻടു ടു, രണ്ടാക്കി ഡിവൈഡ് ചെയ്തു. ഏത് കാലഘട്ടത്തിലാണ്? ഇൻ ദി 4th century CE, 4ാം നൂറ്റാണ്ടിലാണ്. എന്തിനങ്ങനെ ഡിവൈഡ് ചെയ്തത്? ഫോർ ദി അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസ്, ഭരണപരമായ സൗകര്യങ്ങൾക്ക് വേണ്ടി. ദസ് there emerged two Roman empires. അപ്പൊ എന്തുണ്ടായി? അങ്ങനെ 2 റോമൻ എംപയേഴ്സ് ഉണ്ടായി. ഓക്കെ, ഏതൊക്കെയാ? ഒന്ന്, ദി വെസ്റ്റേൺ റോമൻ എംപയർ വിത്ത് ദി ക്യാപിറ്റൽ അറ്റ് റോം, ആൻഡ് ഈസ്റ്റേൺ റോമൻ എംപയർ വിത്ത് ദി ക്യാപിറ്റൽ അറ്റ് കോൺസ്റ്റാന്റിനോപ്പിൾ. 2 റോമൻ എംപയർ ഉണ്ടായി കേട്ടോ. ഏതൊക്കെയാണ്? നമ്മൾ പറഞ്ഞു, ഡയോക്ലീഷ്യൻ എന്ത് ചെയ്തു? ഹി ഡിവൈഡഡ് ദി റോമൻ എംപയർ ഇൻടു 2. ഏതൊക്കെയാണത്? ഒന്ന്, വെസ്റ്റേൺ റോമൻ എംപയർ. ആ വെസ്റ്റേൺ റോമൻ എംപയറിന്റെ, അതായത് മലയാളത്തിൽ പറയുകയാണെങ്കിൽ പാശ്ചാത്യ റോമാ സാമ്രാജ്യം. ഓക്കെ, വെസ്റ്റേൺ റോമൻ എംപയർ. ആ വെസ്റ്റേൺ റോമൻ എംപയറിന്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് റോം ആയിരുന്നു. അതേപോലെ ഈസ്റ്റേൺ റോമൻ എംപയർ, നമ്മുടെ ഹെഡിങ് അതാണല്ലോ അല്ലെ, ഈസ്റ്റേൺ റോമൻ എംപയർ. അതിന്റെ മലയാളത്തിൽ പറയുമ്പോൾ പൗരസ്ത്യ റോമാ സാമ്രാജ്യം. അതിന്റെ ക്യാപിറ്റൽ ഏതാണ്? കോൺസ്റ്റാന്റിനോപ്പിൾ ആണ്. ഇതൊക്കെ പലപ്പോഴും എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രത്യേകം ഇവിടെ പറയുന്നു, കോൺസ്റ്റാന്റിനോപ്പിൾ ഏർലിയർ നോൺ ആസ് ബൈസാന്റിയം. ഓക്കെ, ഈ ഈസ്റ്റേൺ റോമൻ എംപയറിന്റെ ക്യാപിറ്റൽ ആണ് കോൺസ്റ്റാന്റിനോപ്പിൾ. ആ കോൺസ്റ്റാന്റിനോപ്പിൾ പണ്ട് അറിയപ്പെട്ടിരുന്നത് ബൈസാന്റിയം എന്ന പേരിലാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. മാത്രമല്ല, ആ ബൈസാന്റിയം എന്നും കോൺസ്റ്റാന്റിനോപ്പിൾ എന്നും ഒക്കെ അറിയപ്പെട്ടിരുന്ന ആ ഒരു പ്രദേശം ഇന്ന് അറിയപ്പെടുന്നത്, ഞാൻ ഇവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്, ഇസ്താംബൂൾ എന്നാണ്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കോൺസ്റ്റാന്റിനോപ്പിൾ എന്നൊരു എക്സ്ട്രാ റീഡിംഗ് ബോക്സ് കാണാം. അപ്പൊ അതിലെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എനിവേ, കോൺസ്റ്റാന്റിനോപ്പിളിന്റെ ഇന്നത്തെ പേര് ഇസ്താംബൂൾ എന്നാണ്. ഇത് പ്രത്യേകം ഓർക്കുക. തുർക്കിയുടെ ഭാഗമാണ് എന്നും മനസ്സിലാക്കുക. ഇന്ന് തുർക്കിയുടെ ഭാഗമാണ്. ഓക്കെ, ഒരു പ്രധാനപ്പെട്ട സിറ്റിയാണ്, നഗരമാണ്. അപ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു? വെസ്റ്റേൺ റോമൻ എംപയർ ക്യാപിറ്റൽ റോം, ഈസ്റ്റേൺ റോമൻ എംപയർ ക്യാപിറ്റൽ കോൺസ്റ്റാന്റിനോപ്പിൾ. കോൺസ്റ്റാന്റിനോപ്പിളിന്റെ പണ്ടത്തെ പേര് ബൈസാന്റിയം, ഇപ്പോഴത്തെ പേര് ഇസ്താംബുൾ.
Hence, the Eastern Roman Empire was otherwise called the Byzantine Empire. ശ്രദ്ധിക്കുക, ഈ കോൺസ്റ്റാന്റിനോപ്പിൾ ആണ് ഈസ്റ്റേൺ റോമൻ എംപയറിന്റെ ക്യാപിറ്റൽ. ആ ക്യാപിറ്റലായ കോൺസ്റ്റാന്റിനോപ്പിളിന്റെ പഴയ പേര് ബൈസാന്റിയമാണ് നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഈസ്റ്റേൺ റോമൻ എംപയറിനെ എന്തും വിളിക്കുന്നുണ്ട്? ബൈസന്റൈൻ എംപയർ എന്നും വിളിക്കുന്നുണ്ട്. കാരണം ബൈസാന്റിയം എന്ന് പറയുന്ന സ്ഥലമാണ് ഇപ്പോ അവരുടെ കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന ക്യാപിറ്റൽ. അപ്പൊ അതുകൊണ്ട് അതിനെ നമ്മൾ എന്തും വിളിച്ചു? ബൈസന്റൈൻ എംപയർ എന്നും വിളിച്ചു. ഓക്കെ, അപ്പൊ ഏതായാലും ഇന്ന് ആ സ്ഥലം അറിയപ്പെടുന്നത് ഇസ്താംബൂൾ എന്നാന്നും കൂടി മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയി. ഡയോക്ലീഷ്യൻ ഡിവൈഡഡ് ദി റോമൻ എംപയർ ഇൻടു ടു, ഈസ്റ്റേൺ റോമൻ എംപയർ ആൻഡ് വെസ്റ്റേൺ റോമൻ എംപയർ. ഈസ്റ്റേൺ റോമൻ എംപയറിന്റെ ക്യാപിറ്റൽ കോൺസ്റ്റാന്റിനോപ്പിളും വെസ്റ്റേൺ റോമൻ എംപയറിന്റെ ക്യാപിറ്റൽ റോമുമാണ്. കോൺസ്റ്റാന്റിനോപ്പിളിന്റെ പഴയ പേര് ബൈസാന്റിയം. അതുകൊണ്ട് തന്നെ ഈസ്റ്റേൺ റോമൻ എംപയറിന് ബൈസന്റൈൻ എംപയർ എന്നും അറിയപ്പെടുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ദെൻ നമ്മൾ അടുത്ത പേജിലേക്ക് പോകുമ്പോൾ ഇവിടെ മറ്റൊരു ബോക്സ് നിങ്ങൾക്ക് കാണാം. അതായത് നമുക്കത് വായിക്കാം അല്ലെ. ഹിസ്റ്ററി വിൽ ജുഡീഷ്യസ്ലി ഫോർഗെറ്റ് ദി വാൾസ് ഓഫ് ജസ്റ്റീനിയൻ ആൻഡ് റിമെമ്പർ ഹിം ഫോർ ഹിസ് ലോസ്. അതായത് ചരിത്രം നീതിപൂർവം ജസ്റ്റീനിയന്റെ യുദ്ധങ്ങൾ മറക്കുകയും അദ്ദേഹത്തിന്റെ നിയമങ്ങളുടെ പേരിൽ അദ്ദേഹത്തെ സ്മരിക്കുകയും ചെയ്യും എന്നാണ് പറയുന്നത്. അത് ചരിത്രത്തിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു വ്യക്തിയെ പറ്റി പറയാണ്, ജസ്റ്റീനിയൻ എന്ന് പറയുന്ന വ്യക്തിയെ പറ്റി പറയാണ്. ഇപ്പൊ ജസ്റ്റീനിയൻ നടത്തിയ യുദ്ധങ്ങളെ പറ്റിയൊക്കെ ചരിത്രം എന്ത് ചെയ്യും? മറക്കും. മറിച്ച് അദ്ദേഹത്തെ ഓർക്കുക എന്തിന്റെ പേരിലായിരിക്കും? അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ള നിയമങ്ങളുടെ പേരിലായിരിക്കും അദ്ദേഹത്തെ ഓർക്കുക എന്നാണ് ഇവിടെ പറയുന്നത്. വിൽ ഡ്യൂറന്റ് സ്റ്റോറി ഓഫ് സിവിലൈസേഷൻ. ഓക്കെ, അതായത് സ്റ്റോറി ഓഫ് സിവിലൈസേഷൻ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥത്തിൽ വിൽ ഡ്യൂറന്റ് എന്ന് പറയുന്ന ഓഥർ, അത് ആ ഗ്രന്ഥം എഴുതിയിട്ടുള്ള അതിന്റെ കർത്താവ്, അതിന്റെ ഒരു കൃതി തയ്യാറാക്കിയിട്ടുള്ള വ്യക്തി, അദ്ദേഹത്തിന്റെ വാക്കുകളാണ് നമ്മളിവിടെ ഇപ്പൊ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ആരാണ് ഈ ജസ്റ്റീനിയൻ? നമുക്ക് അതിനി പഠിക്കാനുള്ളത്. ഇവിടെ ചിത്രം നിങ്ങൾക്ക് കാണാൻ പറ്റും. The observation of Will Durant about Justinian, the famous Eastern Roman Emperor, is given up. അപ്പോൾ ഈ ജസ്റ്റീനിയൻ ആരാന്നുള്ളത് നമുക്ക് ചെറിയൊരു ഐഡിയ കിട്ടി. ആരാം ജസ്റ്റീനിയൻ? എ ഫേമസ് ഈസ്റ്റേൺ റോമൻ എംപറർ. ഈസ്റ്റേൺ റോമൻ എംപയറിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഭരണാധികാരിയായിരുന്നു, ചക്രവർത്തിയായിരുന്നു ആര്? ജസ്റ്റീനിയൻ. ഓക്കെ, അപ്പൊ അദ്ദേഹം എന്തൊക്കെ നിയമങ്ങളൊക്കെ ഉണ്ടാക്കി നമുക്ക് മനസ്സിലായി. യുദ്ധങ്ങളും നടത്തിയിട്ടുണ്ട്, നിയമങ്ങൾ ഉണ്ടാക്കി എന്നൊക്കെ മനസ്സിലായി. നമുക്ക് നോക്കാം, അതിലേക്ക് കിടക്കാം. നമുക്ക് അദ്ദേഹത്തിന്റെ അങ്ങനെയുള്ള ആ ഒരു കോഡ് ഓഫ് ലോ, അദ്ദേഹം തയ്യാറാക്കിയ നിയമങ്ങൾ, അതാണ് നമുക്ക് ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് പഠിക്കാനുള്ളത്. ദി ഗ്രേറ്റസ്റ്റ് കോൺട്രിബ്യൂഷൻ ഓഫ് ജസ്റ്റീനിയൻ ഇസ് ദ കോഡിഫിക്കേഷൻ ഓഫ് ഓൾ ദി എക്സിസ്റ്റിംഗ് റോമൻ ലോസ് ഇൻടു എ കോഡ് ഓഫ് ലോ. അതിന്റെ പേരാണ് കോർപ്പസ് ജൂറിസ് സിവിൽസ്. ഓക്കെ, കോർപ്പസ് ജൂറിസ് സിവിലിസ്. 3 പേരുകളല്ല, ഒരൊറ്റ പേരാണ് കോർപ്പസ് ജൂറിസ് സിവിലിസ്. അതൊരൊറ്റ പേരായിട്ട് തന്നെ പഠിക്കുക. അപ്പൊ ശ്രദ്ധിക്കുക, ജസ്റ്റീനിയൻ എന്ന് പറയുന്ന ഈസ്റ്റേൺ റോമൻ എംപററിന്റെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് കോഡിഫിക്കേഷൻ ഓഫ് ഓൾ ദി എക്സിസ്റ്റിംഗ് റോമൻ ലോസ് ഇൻ ടു എ കോഡ് ഓഫ് ലോ. അതായത് റോമില് അത്രയും കാലം ഉണ്ടായിരുന്ന കുറേ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളെല്ലാം കോഡിഫൈ ചെയ്തു, അതായത് ക്രോഡീകരിച്ച് ഒരു പുതിയ കോഡ് ഓഫ് ലോ, ഒരു നിയമസംഹിത. എ കോഡ് ഓഫ് ലോ മീൻസ് ഒരു നിയമസംഹിത. ആര് തയ്യാറാക്കി? ജസ്റ്റീനിയൻ എന്ന് പറയുന്ന ചക്രവർത്തി തയ്യാറാക്കി. ആ കോഡ് ഓഫ് ലോന്റെ പേരാണ് കോർപ്പസ് ജൂറിസ് സിവിലിസ്. വളരെ ഇമ്പോർട്ടന്റ് ആണ് കോർപ്പസ് ജൂറിസ് സിവിൽസ്. സിവിൽസ് എന്നും സിവിലിസ് എന്നൊക്കെ പറയാം. Okay, Corpus Juris Civilis. Justinian's code is based on the principles of reasoning, justice and generosity. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് എന്തായാലും ഒരു 100% തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ശ്രദ്ധിക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു ജസ്റ്റീനിയൻ ഈ ഒരു കോഡ് ഓഫ് ലോ പ്രിപ്പയർ ചെയ്തത് 3 പ്രിൻസിപ്പിൾസിന്റെ ബേസിലാണ്. ഏതൊക്കെയാണ് ആ 3 പ്രിൻസിപ്പിൾസ്? റീസണിങ്, ജസ്റ്റിസ് ആൻഡ് ജനറോസിറ്റി. ഓക്കെ, റീസണിങ്, ജസ്റ്റിസ്, ജനറോസിറ്റി. റീസണിങ് എന്ന് പറയുമ്പോൾ യുക്തി എന്ന് പറയാം. ജസ്റ്റിസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ നീതിയാണ്. ജനറോസിറ്റി എന്ന് പറയുമ്പോൾ ഔദാര്യം, ജനറസ് മൈൻഡ് എന്ന് പറയുമ്പോൾ വിശാല മനസ്കത എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. അപ്പൊ ആ ഒരു മീനിങ്, അല്ലെങ്കിൽ ഔദാര്യം, ഉദാരത എന്നൊക്കെ പറയാം. Many nations adopted it for framing their laws. And Justinian's code also served as the base for the code of law of the French ruler Napoleon. അപ്പോൾ ഒരുപാട് രാജ്യങ്ങൾ ഈ ഒരു കോഡ് ഓഫ് ലോ എന്ത് ചെയ്തിട്ടുണ്ട്?
അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ജസ്റ്റീനിയൻ തയ്യാറാക്കിയിട്ടുള്ള നിയമങ്ങളുടെ ആ ഒരു മാതൃക പല രാജ്യങ്ങളും അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്, സ്വീകരിച്ചിട്ടുണ്ട്. അതേപോലെ ഇവിടെ പറയുന്നു ജസ്റ്റീനിയൻസ് കോഡ് ഓൾസോ സെർവ്ഡ് ആസ് ദി ബേസ് ഫോർ ദി കോഡ് ഓഫ് ലോ ഓഫ് ദി ഫ്രഞ്ച് റൂളർ നെപ്പോളിയൻ. നമുക്ക് 10th സ്റ്റാൻഡേർഡിൽ നെപ്പോളിയനെ പറ്റി പഠിക്കാനുണ്ട്. അപ്പൊ അവിടെ അദ്ദേഹം ഫ്രാൻസ് ഭരിച്ചിരുന്ന ഒരു വ്യക്തിയാണ് നെപ്പോളിയൻ. ഫ്രഞ്ച് റവല്യൂഷന് ശേഷം അധികാരത്തിലെത്തിയിട്ടുള്ള വ്യക്തിയാണ് നെപ്പോളിയൻ. അപ്പൊ നെപ്പോളിയൻ അദ്ദേഹത്തിന്റെ ഫ്രാൻസിലെ ചില ഇങ്ങനെയുള്ള ചില ലോസ് അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്, നിയമങ്ങളൊക്കെ അദ്ദേഹം തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പൊ അതിനൊക്കെ അവിടെ അദ്ദേഹത്തിനൊക്കെ ഒരു ഇൻസ്പിറേഷൻ ആയിരുന്നു ഈ പറയുന്ന ജസ്റ്റീനിയന്റെ ഈ ഒരു കോഡ് ഓഫ് ലോ. ഓക്കെ, ഏത് കോർപ്പസ് ജൂരിസ് സിവിലിസ് എന്നുള്ള ഈ ഒരു കോഡ് ഓഫ് ലോ. ഓക്കെ, അപ്പൊ അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. പിന്നീട് ലോകത്തുള്ള പല ആളുകൾക്കും അത് വല്ലാത്തൊരു ഇൻസ്പിറേഷൻ ആയി, അവരൊക്കെ അഡോപ്റ്റ് ചെയ്തു എന്നാണ് ഇവിടെ പറയുന്നത്. എനിവേ, ഈ കോർപ്പസ് ജൂരിയസ് സിവിലിസുമായി ബന്ധപ്പെട്ട് കുറച്ചുകൂടി കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. താഴെ കാണാം, ഒരു ഫ്ലോ ചാർട്ട് പോലെ കൊടുത്തിട്ടുണ്ട്. കോർപ്പസ് ജൂരിയസ് സിവിൽസ്, അതിന് 3 ഭാഗങ്ങളാണ്: ദി കോഡ്, ദി ഡൈജസ്റ്റ് ആൻഡ് ദി ഇൻസ്റ്റിറ്റ്യൂട്ട്. ദി കോഡ്, ദി ഡൈജസ്റ്റ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഓക്കെ, അപ്പോൾ ഓരോന്നും നമുക്ക് നോക്കാം. ഏറ്റവും ആദ്യം ദി കോഡ്. എന്താ അവിടെ പറയുന്നത്? ഈ കോർപ്പസ് ജൂരിയസ് സിവിലിസ് എന്താണ്? ദിസ് ഇസ് ദ കോഡ് ഓഫ് ലോ പ്രിപ്പയർഡ് ബൈ ജസ്റ്റീനിയൻ, അല്ലെ? ജസ്റ്റീനിയൻ തയ്യാറാക്കിയ ആ ഒരു കോഡ് ഓഫ് ലോന്റെ പേരാണ് കോർപ്പസ് ജൂരിയസ് സിവിൽസ്. ഓക്കെ, അപ്പോൾ ഇറ്റ് ഹാസ് 3 പാർട്സ്: ദി കോഡ്, ദി ഡൈജസ്റ്റ് ആൻഡ് ദി ഇൻസ്റ്റിറ്റ്യൂട്ട്സ്. അപ്പോൾ ഓരോന്നും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ. എന്താണ് കോഡ്? ദി ബുക്ക് കണ്ടെയ്നിങ് ദി ലോസ് പ്രിവൈൽഡ് ഇൻ ദി റോമൻ എംപയർ. ഓക്കെ, അതായത് ഈ റോമൻ സാമ്രാജ്യത്തിൽ നിലനിന്നിരുന്ന നിയമങ്ങളെ പ്രതിപാദിക്കുന്ന പുസ്തകമാണ്, ഗ്രന്ഥമാണ് ദി കോഡ് എന്നറിയപ്പെടുന്നത്. ദി ബുക്ക് കണ്ടെയ്നിങ് ദി ലോസ് പ്രിവൈൽഡ് ഇൻ ദി റോമൻ എംപയർ. ഓക്കെ, റോമൻ സാമ്രാജ്യത്തിൽ നിലനിന്നിരുന്ന നിയമങ്ങളെ പറ്റിയൊക്കെ പ്രതിപാദിക്കുന്ന പുസ്തകമാണ് ദി കോഡ് എന്നറിയപ്പെടുന്നത്. അപ്പൊ എന്താണ് ദി ഡൈജസ്റ്റ്? ഡൈജസ്റ്റ് എന്നറിയപ്പെടുന്നത് എന്താണ്? ദി ബുക്ക് വിച്ച് റെക്കോർഡ്സ് ദി ഒപ്പീനിയൻസ് ഓഫ് ദി ജൂറിസ്റ്റ്സ് റിഗാർഡിംഗ് ദി ലോസ്. ഓക്കെ, അതായത് ഈ നിയമങ്ങളെ കുറിച്ചൊക്കെ നിയമജ്ഞരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയ പുസ്തകമാണ് ദി ഡൈജസ്റ്റ് എന്നറിയപ്പെടുന്നത്. ഓരോ നിയമങ്ങളെ പറ്റിയും നിയമജ്ഞരുടെ, ജൂറിസ്റ്റ്സ് എന്ന് പറയുമ്പോൾ അങ്ങനെയുള്ള നിയമജ്ഞര്, ആ മേഖലയിലുള്ള എക്സ്പേർട്സ്, അല്ലെ, അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ള പുസ്തകമാണ് ദി ഡൈജസ്റ്റ്. ദെൻ വാട്ട് ഈസ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ്? ഇൻസ്റ്റിറ്റ്യൂട്ട്സ് എന്ന് പറയുമ്പോൾ ദി സ്മോൾ ബുക്ക് ഇന്റൻഡഡ് ഫോർ ദി സ്റ്റഡി ഓഫ് ലോ. അതായത് നിയമം പഠിക്കാൻ വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള ചെറിയ പുസ്തകങ്ങളാണ്. ഓക്കെ, നിയമങ്ങൾ പഠിക്കാൻ വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള ചെറിയ പുസ്തകങ്ങളാണ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് എന്നറിയപ്പെടുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള 3 ഭാഗങ്ങൾ ചേർന്നതാണ് കോർപ്പസ് ജൂരിസ് സിവിലിസ്: ദി കോഡ്, ദി ഡൈജസ്റ്റ് ആൻഡ് ദി ഇൻസ്റ്റിറ്റ്യൂട്ട്. ഓക്കെ, then the Eastern Roman Empire began to decline after Justinian. ഈ ജസ്റ്റീനിയന് ശേഷം ഈസ്റ്റേൺ റോമൻ എംപയർ എന്ത് ചെയ്യാൻ തുടങ്ങി? തകരാൻ തുടങ്ങി, അതിന്റെ തകർച്ച ആരംഭിച്ചു. ആൻഡ് ഇറ്റ് കൊളാപ്സ്ഡ് വിത്ത് ദി ക്യാപ്ചർ ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ ബൈ ദി ടർക്സ്. ഓക്കെ, കൊളാപ്സ്ഡ് വിത്ത് ദി ക്യാപ്ചർ ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ ബൈ ദി ടർക്സ് ഇൻ ദി 15th century. 15ാം നൂറ്റാണ്ടില് ഈ കോൺസ്റ്റാന്റിനോപ്പിൾ, ഈസ്റ്റേൺ റോമൻ എംപയറിന്റെ ക്യാപിറ്റലാണ് കോൺസ്റ്റാന്റിനോപ്പിൾ. ആ കോൺസ്റ്റാന്റിനോപ്പിൾ ആര് കീഴടക്കി? തുർക്കികള് കീഴടക്കി, അവര് പിടിച്ചെടുത്തു ആ കോൺസ്റ്റാന്റിനോപ്പിള്, അവര് ക്യാപ്ചർ ചെയ്തു. അതോടുകൂടി ഈസ്റ്റേൺ റോമൻ എംപയർ എന്തായി? തകർന്നു. ഓക്കെ, ഈസ്റ്റേൺ റോമൻ എംപയർ തകർന്നു. അപ്പോൾ തൽക്കാലം നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ കൺക്ലൂഡ് ചെയ്യാണ്. ഈ ഒരു ഈസ്റ്റേൺ റോമൻ എംപയർ മാത്രമേ നമ്മളിപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നുള്ളൂ. അപ്പൊ അതിനുശേഷം നമ്മൾ അടുത്ത ക്ലാസ്സിൽ അതിന്റെ ബാക്കിയുള്ള, ഇവിടെ കാണാൻ നിങ്ങൾക്ക് ദി ഹോളി റോമൻ എംപയർ. ഓക്കെ, നമ്മൾ നേരത്തെ പഠിച്ചു എന്താണ് ഇവിടെ കാണാൻ നിങ്ങൾക്ക്. For administrative convenience, Roman Emperor Diocletian divided the empire into 2. ഏതൊക്കെയാ? വെസ്റ്റേൺ റോമൻ എംപയർ, ഈസ്റ്റേൺ റോമൻ എംപയർ. ഇങ്ങനെ രണ്ടാക്കിയാ തിരിച്ചത്, വെസ്റ്റേൺ റോമൻ എംപയറും ഈസ്റ്റേൺ റോമൻ എംപയറും. പക്ഷേ ഈ ഈസ്റ്റേൺ റോമൻ എംപയർ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെ പഠിക്കാൻ പോകുന്നത് വെസ്റ്റേൺ റോമൻ എംപയർ അല്ല, വേറൊരു എംപയറാ, ദി ഹോളി റോമൻ എംപയറാ. അത് നമ്മൾ നേരത്തെ പറയാത്തൊരു എംപയറാണ്. അപ്പൊ ഈ റോമൻ എംപയറിനെ ഡിവൈഡ് ചെയ്ത് ഈസ്റ്റേൺ റോമൻ എംപയറും വെസ്റ്റേൺ റോമൻ എംപയറും ആക്കി മാറ്റിയപ്പോൾ ഈ ഹോളി റോമൻ എംപയർ പിന്നെ എവിടെ നിന്ന് വന്നു? അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ പറയാം. എങ്ങനെയാണ് ഈ ഒരു എംപയർ ഉണ്ടായെന്നൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. എനിവേ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ ചോദിക്കാവുന്നതാണ്. സോ ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ കൺക്ലൂഡ് ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു.